സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം 8-ാം വാക്യം വായിക്കുന്നു. നിങ്ങൾ ഇന്നുവരെ ചെയ്തു വന്നതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പിൻ. ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നതുകൊണ്ട് അനുഗ്രഹങ്ങൾ ധാരാളമായി നേടിയെടുത്ത വിശ്വസ്തരായ ധാരാളം വിശ്വാസവീരന്മാരെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മോശയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ മക്കളെ കനാൻ നാട്ടിലേക്ക് നയിച്ച യോശുവ തന്റെ 110-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കളോട് പ്രബോധിപ്പിക്കുന്നത് അവർ അന്നുവരെയും ചെയ്തതുപോലെ തുടർന്നും അവർക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അവകാശമായി നൽകി പരിപാലിക്കുന്ന ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിക്കുവാനാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവനായിരുന്നു യോശുവ. കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയ 12 പേരിൽ 10 പേരും അവിടെ കണ്ട അനാക്യമല്ലന്മാർ തങ്ങളെ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞ് ജനത്തെ മോശയ്ക്കെതിരെ ഇളക്കിവിട്ടപ്പോൾ യോശുവയാകട്ടെ ജനത്തിന്റെ എതിർപ്പുകളെ വകവയ്ക്കാതെ നമ്മോടുകൂടെ യഹോവയുള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് മോശയോട് പറ്റിച്ചേർന്ന് നിന്നു. മോശയുടെ മരണാനന്തരം ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് നയിക്കുമ്പോൾ മുമ്പിലുണ്ടായിരുന്ന യോർദാൻ നദിയോ എരിഹോ മതിലോ ഒന്നും യോശുവയെ പരിഭ്രാന്തനാക്കിയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടും കൂടെയിരിക്കും എന്ന് വാക്കു പറഞ്ഞ് യഹോവയോട് പറ്റിച്ചേർന്ന് നിന്ന യോശുവ കനാനിലേക്കുള്ള പ്രയാണത്തിൽ 31 രാജാക്കന്മാരെ കീഴടക്കി. മാത്രമല്ല യോശുവയുടെ വാക്കനുസരിച്ച് സൂര്യനെ ഗിബെയോനിലും ചന്ദ്രനെ അയ്യാലോൻ താഴ്വരയിലും യഹോവ നിശ്ചലമാക്കി നിർത്തി. പ്രിയ സഹോദരങ്ങളെ, യോർദാൻ നദിയും എരിഹോ മതിലും നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, എതിർപ്പുകൾ അമോര്യ രാജാക്കന്മാരെ പോലെ കൂട്ടമായി വരുമ്പോൾ, യോശുവയെ പോലെ മോശയെ പോലെ നമുക്ക് യഹോവയാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ എപ്പോഴും അടിയങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ സാന്നിധ്യത്താൽ അങ്ങ് പൊതിയണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. പുത്തൻ പുലരിയിലെ ദൈവിക ശബ്ദം കേൾക്കൂ. സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. യേശുവേ നീ കൂടവേ